മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കെ.ടി. ജലീൽ എം.എൽ.എ. അഴിമതി നടത്തിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് എടപ്പാളിലെ എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് ലീഗ് തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ചിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞതാണ് കാരണം. യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പത്തിൽ സിറാജ്, വി.പി. റഷീദ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുട്ടികളുണ്ട്, റബ്ബർ വെട്ടാൻ പോകുന്നവരുണ്ട്, തൊഴിലുറപ്പ് പണിക്ക് പോകുന്നവരുണ്ട്. ഞങ്ങൾക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ നിവൃത്തിയില്ല. കാരണം മാസത്തിരിച്ചടവ് വ്യവസ്ഥയിൽ 10 പൈസ പലിശയില്ലാതെ ലക്ഷക്കണക്കിന് രൂപ വായ്പ തരാൻ പോകുന്ന ബീവിമാര് ഞങ്ങൾക്ക് ആർക്കുമില്ല. കഷ്ടപ്പെട്ടിട്ടാണ്, പണിയെടുത്തിട്ടാണ്, കച്ചവടം ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പണിയെടുത്ത് ജീവിക്കാണ്. അതേസമയം യൂത്ത് ലീഗ് പ്രവർത്തകർ കെ.ടി. ജലീൽ എം.എൽ.എയുടെ എടപ്പാൾ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ ചങ്ങരംകുളം പോലീസിന്റെ നടപടി. യൂനസ് പാറപ്പുറം ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയാവുന്ന 30ഓളം പേർക്കെതിരെയാണ് നടപടി. സംഘം ചേർന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചെന്നാണ് കേസ്. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.